ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ഈ ജ്യോതിഷ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇന്ന് പറയുന്ന ആഴ്ച ഫലമാണ്. ഞാൻ ഇന്ന് പറയുന്നത് ആഴ്ച വാരഫലം 2025 ഒക്ടോബർ 12 മുതൽ 18 വരെയുള്ള ആഴ്ച വാരഫലമാണ് ഞാൻ പറയുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലി. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണിവ. കാര്യങ്ങൾക്ക് കാലതാമസമുണ്ടാവുന്ന ഒരാഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച്. വിദേശത്തുള്ളവർ നാട്ടിലേക്ക് വരാൻ ഇടവരുന്ന ഒരാഴ്ചയാണ്. സുഹൃത്തുക്കളുമായി അകലന്ന് നിൽക്കാനും സുഹൃത്തുക്കളുമായി സഹകരണമില്ലാത്ത ഒരവസ്ഥയും ഈ ആഴ്ച ഉണ്ടാവും. ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ട ആഴ്ചയാണിത്. ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര മാറ്റിവെക്കേണ്ടതായിട്ടും വരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കൊടുത്ത പണം തിരികെ കിട്ടാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്ക് കൊടുത്ത കാശ് തിരിച്ചു കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, മര. ഇത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ഈ കൂറുകാരെ സംബന്ധിച്ച് ജോലി കിട്ടാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. വിശേഷ സാധനങ്ങൾ, വിശേഷ വസ്ത്രങ്ങൾ, വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് വസ്ത്രങ്ങളും ആഭരണങ്ങളും കിട്ടാവുന്ന ഒരാഴ്ചയാണ് സ്ത്രീകളെ സംബന്ധിച്ച്. കർമ്മ വിജയമുണ്ടാവും. കർമ്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം വിജയമുണ്ടാവുന്ന ഒരാഴ്ചയായിരിക്കും. ധനനേട്ടങ്ങൾ ഉണ്ടാകും. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവും. സ്വന്തം ബിസിനസ്സിൽ ഉയർച്ചയും ഇവർക്ക് കാണുന്നുണ്ട്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ ഗുണകരമായ ഒരാഴ്ചയാണ്. മിഥുനക്കൂറ് മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി. ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. മേലാധികാരികളുടെ അനുകൂലം കുറയും. മേലാധികാരികളിൽ നിന്നും അത്ര നല്ല സഹകരണം ഇവർക്ക് കിട്ടിയെന്ന് വരില്ല. അവരുടെ അനിഷ്ടത്തിന് കാരണമാകാനും സാധ്യത കാണുന്നുണ്ട്. വീട്ടിൽ മനസമാധാനം ഉണ്ടാവും. എന്നാൽ ഇവരെ സംബന്ധിച്ച് വീട്ടിൽ മനസമാധാനം ഉണ്ടാകും. വിശേഷപ്പെട്ട സമ്മാനങ്ങൾ കിട്ടാനും ഇവർക്ക് ഈ ആഴ്ച അനുകൂലമാണ്. കൂട്ടുകച്ചവടം ഗുണം കിട്ടിയെന്ന് വരില്ല. കൂട്ടുകച്ചവടത്തിൽ ഇവർക്ക് ഗുണം കിട്ടാത്ത ഒരാഴ്ചയായിരിക്കും. സാമ്പത്തിക നില ഭദ്രമാണ്, അത് ഗുണകരവുമാണ്. കർക്കിടകക്കൂറ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. വിദേശ ജോലി ചെയ്യുന്നവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കും. ശത്രുദോഷം മേൽക്കാനിട വരുന്ന ഒരാഴ്ചയാണ്. അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ആഴ്ച കൂടിയാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ ഇവർ പരിധിവരെ ശ്രമിക്കുന്ന ഒരാഴ്ച കൂടിയാണ് ഇത്. പുതിയ ബിസിനസ് തുടങ്ങാൻ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കാവുന്ന ഒരാഴ്ച കൂടിയാണ്. ദൂരയാത്ര ഗുണകരമാവും. ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഗുണകരമാവുന്ന ഒരാഴ്ചയാണ്. കുടുംബ സൗഖ്യം ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല്. ഇവ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അവസരങ്ങൾ ഇവരെ തേടിയെത്താവുന്ന ഒരു ആഴ്ചയാണ്. അവസരങ്ങൾ വരും. പൂർവിക സ്വത്ത് കൈവശം വരാവുന്ന ഒരാഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. സ്വയം തൊഴിൽ ഗുണകരമാവും. ഈ ആഴ്ച ഇവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാവുന്ന ഒരാഴ്ചയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇവരെ സംബന്ധിച്ച് സാധിച്ചെന്നും വരും. ഗ്രഹനിർമ്മാണം നടത്താൻ, ഗ്രഹങ്ങൾ മോടി പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നിർമ്മിക്കാൻ, പുതിയതായിട്ട് വീട് വെക്കാൻ, അല്ലെങ്കിൽ വീട് നിർമ്മാണം തുടങ്ങാൻ ഇതെല്ലാം പറ്റിയ ഒരു അവസരമാണ് ഈ ആഴ്ച. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം കിട്ടാനും ഈ ആഴ്ച സാധിച്ചെന്നു വരും. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വ്യാപാരം നല്ല വിധത്തിൽ നടക്കാൻ സാധ്യതയില്ല. കച്ചവടക്കാരെ സംബന്ധിച്ച് വ്യാപാരം നല്ല വിധത്തിൽ നടക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരിക്കും.
പൂർവികരുടെ സ്വത്ത് കിട്ടാനും ഇടവരും. പൂർവിക സംബന്ധമായിട്ട് സ്വത്ത് കിട്ടാൻ സാധ്യതയുള്ളവർക്ക് പൂർവിക സ്വത്ത് കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടേണ്ടതായ അവസരങ്ങളും ഇവർക്ക് വരും. ചില പ്രധാനപ്പെട്ട രേഖകൾ മേലുദ്യോഗസ്ഥരുമായി കലഹിക്കാനും ഇടവരുന്ന ഒരാഴ്ചയായിരിക്കും. ആശുപത്രിവാസം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ജോലിയിൽ പ്രമോഷൻ, ജോലി കിട്ടാൻ ഇടവരും. ജോലിയിൽ പ്രമോഷനും അതേപോലെ പുതിയതായിട്ട് ജോലി കിട്ടാനും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് കിട്ടാവുന്നതാണ്. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം, മുക്കാലി. ഇത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും നല്ല സമയമാണ് ഈ ആഴ്ച. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ കാലതാമസം വരാതെ ഒരു നോക്കും. ചെറുപ്പക്കാരുടെ വിവാഹകാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനത്തിലെത്താനും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച വരുന്നതാണ്. ചെലവ് വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ്. ഇവരെ സംബന്ധിച്ച് ചെലവ് വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ്. ശത്രുക്കളെ രഹസ്യമായി ഇവർ നേരിടും. ഈ ആഴ്ച ഇവർ ശത്രുക്കളുമായിട്ട് രമ്യതയിൽ കഴിയാതെ അവരെ രഹസ്യമായിട്ട് നേരിടാനായിട്ടുള്ള ഒരു അവസരവും ഈ ആഴ്ച ഇവർക്കുണ്ടാവും. വാക്കുതർക്കം പരിഹരിക്കാനും ഇവർ ശ്രമിച്ചെന്ന് വരും. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രം വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഇത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. യാത്രകൾ ഇവരെ സംബന്ധിച്ച് വളരെ ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് മനക്ലേശം ഉണ്ടാവും. മനസമാധാനവും മനക്ലേശവും മനസ്സിന് സന്തോഷമില്ലായ്മയും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിതൃസ്വത്തിനായി കലഹിക്കും. പിതൃസ്വത്തിനായിട്ട് കലഹിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരേ സമയം പലവിധ കാര്യങ്ങളിൽ ഏർപ്പെടാനും ഇവർ ശ്രമിച്ചെന്നു വരും. മനസ്വസ്ഥത കുറയും. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവരെ സംബന്ധിച്ച് അത്ര വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അത്ര ഗുണകരമല്ല. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് ധനുക്കൂറ്. വൃശ്ചികക്കൂറ് കഴിഞ്ഞ് ഇനി ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. സുഹൃത്തുക്കളുമായി വരാനുള്ള ഒരാഴ്ചയാണിത്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധത്തിൽ പോകില്ല. അയൽക്കാരുമായി പിണങ്ങും. എന്നാൽ അതേപോലെ തന്നെ അയൽക്കാരുമായി പിണങ്ങാനും പറ്റുന്ന ഒരാഴ്ചയാണിത്. അയൽക്കാരുമായിട്ട് പിണങ്ങാൻ ഇടവരും. ആരോഗ്യം മോശമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ മോശമാവുന്ന ഒരാഴ്ചയാണ്. യാത്രകൾ ഗുണകരമാകും. എന്നാൽ ഇവരെ സംബന്ധിച്ച് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് യാത്രകൾ ഗുണകരമാകും. സാഹിത്യകാരന്മാർക്ക് നേട്ടമുള്ള ഒരു സമയമാണ്. സാഹിത്യകാരന്മാർക്ക്, കലാകാരന്മാർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. ബിസിനസ് പുരോഗതി ഉണ്ടാവും. ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്, കച്ചവട കാര്യങ്ങൾ, വ്യാപാരം ഇതിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കും. മകരക്കൂറ്. ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം, വര. ഇത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. പണമിടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. കലാപരമായി ചെയ്യുന്ന പ്രവർത്തികളിൽ ഗുണങ്ങൾ കിട്ടാവുന്ന ഒരാഴ്ചയാണ്. സാമ്പത്തിക രംഗം മെച്ചമായിരിക്കും. സാമ്പത്തികമായി പണമിടപാട് കാര്യങ്ങൾ മെച്ചത്തിലാവുന്ന ഒരു സമയമാണ്. ദൂരയാത്രക്ക് സാധ്യതയുണ്ട്. ദൂരയാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര പോകാനുള്ള അവസരം വരും. പുതിയ തൊഴിൽ സ്വീകരിക്കും. പുതിയതായിട്ട് തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലി കിട്ടാനായിട്ടുള്ള സമയമാണ്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ്. അവർക്ക് അവരുടെ അനുയായികളുമായിട്ട് ഒത്തുചേർന്ന് പോകാനും അതുവഴി അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ്. കുംഭക്കൂറ്. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഇത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഏജൻസി ഏർപ്പാടുകളിൽ ഗുണം കിട്ടാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പല കാര്യങ്ങളിലും ധീരമായി മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. സാഹിത്യകാരന്മാർക്ക് പേരും പെരുമയും പ്രശസ്തിയും കിട്ടുന്ന ഒരാഴ്ചയാണ് സാഹിത്യകാരെ സംബന്ധിച്ച്. ദൂരയാത്ര വേണ്ടിവരുന്ന ഒരാഴ്ച കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. ഗുണം കുറവായിരിക്കും. ദൂരയാത്ര ചെയ്യാൻ അവസരം ഉണ്ടാവും. എന്നാൽ ആ ദൂരയാത്ര ഇവർക്ക് ഗുണകരം ആകില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ദൂരയാത്ര ചെയ്യേണ്ടി വരും. ഗുണം കുറവായിരിക്കും. ഭാര്യയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതല്ല. ഭാര്യയുടെ ആരോഗ്യ കാര്യങ്ങളിൽ
ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അത്ര മെച്ചപ്പെട്ട ആഴ്ചയായിരിക്കില്ല. പൊതുപ്രവർത്തകർക്ക് ഗുണകരമായ ഒരാഴ്ചയാണ് ഈ ആഴ്ച. അവർക്ക് പേരും പ്രശസ്തിയും കിട്ടുന്ന ഒരാഴ്ചയാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രം പൂരുരുട്ടാതി കാലി ഉത്രട്ടാതി രേവതി. ഇത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വീട്ടിൽ സമാധാനം ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ നല്ല ഒരാഴ്ചയാണ്. മീനക്കൂറുകാർക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാവും. അമ്മ വഴി എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ മാതൃജനം അങ്ങനെ വഴി ഒക്കെ പണം കിട്ടാനുണ്ടെങ്കിൽ ഇവർക്ക് പണം കിട്ടാവുന്ന ഒരാഴ്ച കൂടിയാണ്. ഈശ്വരഭക്തി കൂടുന്ന ഒരാഴ്ച കൂടിയാണ്. തൊഴിൽപരമായി നേട്ടങ്ങളുണ്ടാവും. വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ഇവർ ശ്രമിച്ചെന്നും വരും. തൊഴിലിൽ വരുമാനം കൂടും. സാമ്പത്തിക നില ഭദ്രമായിരിക്കുന്ന ഒരാഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഈ വാരഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.